ശരിക്കും നസ്രാണികൾക്ക് ചെപ്പേട് വഴി 72 ആനുകൂല്യങ്ങൾ കൊടുത്തു. അതിലൊന്നാണ് ഈ ഇല മടക്കി വിടാവുന്ന. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ്. പാലയില് നസ്രാണി തറവാടിലാണ് വന്നിരിക്കുന്നത്. നസ്രാണി തറവാടിന്റെ നെടുന്തൂണെന്ന് വേണേ പറയാം. ട്രീസ ചേച്ചിയിലൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം. ട്രീസ ചേച്ചി നമുക്ക് വേണ്ടി ഒരു നസ്രാണി സദ്യയാണ് ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്തത്. നസ്രാണി സദ്യ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തും നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ, സുറിയാനി കല്യാണങ്ങൾക്കൊക്കെ പറയാൻ എല്ലാ വെജിറ്റേറിയൻ ഡിഷസും കാണും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോൺ വെജ് വിഭവങ്ങളും. പണ്ട് കാലത്ത് രാജാവിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾക്കാർക്ക് 2 ഇല ഇടുന്നത്. അന്നേരം ഒരു പ്രാവശ്യം കാനാത്തോമ രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു മന്ത്രിക്ക് വാസ് ഇൻ ചാർജ് ഓഫ് ദ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് കാനാത്തോമന് 1 ഇലയും രാജാവിന് 2 ഇലയും മറ്റുള്ളവർക്കില്ല 2 ഇട്ടു. അന്നേരം കാനാത്തോമൻ അത് മനസ്സിലാക്കി അതങ്ങനെ തോന്നാതിരിക്കാൻ ആ ഒരു സൈഡ് അങ്ങ് മടക്കി, എന്നാൽ 2 ഇല പോലെ തോന്നാൻ. അത് രാജാവ് അത് കാണുകയും അത് അവസാനം അതൊരു നസ്രാണിക്ക് ഒരു പദവിയായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിപ്പോഴും നസ്രാണി മാത്രമേ അത് അങ്ങനെ തുഞ്ച് മടക്കാറുള്ളൂ.